ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോയിൻ്റ് മ്യൂട്ടേഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലൈഡ്സ് ഞാൻ കാണിക്കാം. അതായത് നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മൾ DNA സീക്വൻസ് അവിടെ അടങ്ങിയിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മളുടെ mRNA അഥവാ മെസ്സഞ്ചർ RNAയിലേക്ക് പോകുന്നത്. അവിടെ നിന്നുള്ള ഇൻഫർമേഷനാണ് നമ്മളുടെ അമിനോ ആസിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പോളിപെപ്റ്റൈഡ് അതല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഈ രീതിയിൽ നമുക്കിപ്പോൾ ഇതിന് എന്ത് മനസ്സിലാവും? ഇൻഫർമേഷൻ പ്രസൻറ്റ് ഇൻ ദ DNA ഈസ് ട്രാൻസ്ഫേർഡ് ടു എങ്ങോട്ടേക്ക് പോകും? അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പം ഈ DNAക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചാൽ, ഒരു ന്യൂക്ലിയോറ്റൈഡ് മാറി വേറൊരു ന്യൂക്ലിയോറ്റൈഡ് വന്നാൽ ഒക്കെയാണ് നമുക്ക് പോയിൻ്റ് മ്യൂട്ടേഷൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ന്യൂക്ലിയോറ്റൈഡ് എന്നുള്ളൊരു വാക്കൊക്കെ ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ അതും നിങ്ങൾക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ടേംസാണ്, ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഈ കോഡോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കോഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ന്യൂക്ലിയോറ്റൈഡ്സുകൾ ചേരുന്നതാണ്. അപ്പോൾ ന്യൂക്ലിയോറ്റൈഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതൊക്കെ ഓർക്കുക. നമുക്ക് ബേസസ് ആയിട്ട് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ ഇതൊക്കെയാണ് നമ്മളുടെ നൈട്രോജനസ് ബേസസ് എന്ന് പറയുന്നത്. ഈ ബേസസ് ഫോസ്ഫേറ്റും അതുപോലെ തന്നെ ഷുഗറും ആയിട്ട് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ന്യൂക്ലിയോറ്റൈഡ്സ് ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ നമ്മളുടെ DNAയിലും നമ്മളുടെ RNAയിലും ഇൻഫർമേഷൻസ് ഇരിക്കുന്നത് ന്യൂക്ലിയോറ്റൈഡ്സിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ 3 ന്യൂക്ലിയോറ്റൈഡ്സ് ചേരുന്നതിനെയാണ് നമ്മൾ ഒരു കോഡോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോഡോൺ എന്ന് പറയുന്നത് കോഡ് ചെയ്യുന്നു. എന്തിനെ കോഡ് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിനെ അത് കോഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 3 കോഡോണുകൾ എന്നുള്ള രീതിയിൽ അത് പെയർ ചെയ്ത് ഒരു ചെയിൻ പോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇത് ഓരോന്നും ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു കോഡോൺ ഒരു അമിനോ ആസിഡ്, നെക്സ്റ്റ് കോഡോൺ വേറൊരു അമിനോ ആസിഡ്, അങ്ങനെ ഇങ്ങനെ ചെയിനായിട്ട് അമിനോ ആസിഡ് ഉണ്ടായി വരുന്നു. അതാണ് ലാസ്റ്റ് ഒരു പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബയോകെമിസ്ട്രി ആണ്, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നൈട്രോജനസ് ബേസ് പ്ലസ് പെൻഡോസ് ഷുഗർ പ്ലസ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇതാണ് എന്ത്? നമ്മളുടെ ന്യൂക്ലിയോറ്റൈഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ന്യൂക്ലിയോറ്റൈഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നൈട്രോജനസ് ബേസസ് കൊണ്ടാണ്. എന്നുള്ളതും നമ്മൾക്ക് അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് 2 രീതിയിലാണുള്ളത്. ഒരെണ്ണം പ്യൂരീൻസ് എന്നും രണ്ടാമത്തത് പിരിമിഡിൻസ് എന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പ്യൂരീൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അഡിനിൻ ആൻഡ് ഗ്വാനിൻ. ഇനി പിരിമിഡിൻസ് എന്ന് പറയുന്നത് സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഈ തൈമിൻ എന്ന് പറയുന്ന ആൾ DNAയിലും യുറാസിൽ എന്ന് പറയുന്ന ആൾ തൈമിന് പകരം RNAയിലുള്ളത് യുറാസിലാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ബേസാണ് കേട്ടോ. അതുപോലെ തന്നെ അഡിനിൻ എന്ന് പറയുന്ന ആൾ ഓൾവേസ് ബൈൻഡ് വിത്ത് തൈമിൻ വിത്ത് എ ഡബിൾ ബോണ്ട്. അഡിനിൻ ഓൾവേസ് ബൈൻഡ് വിത്ത് എ തൈമിൻ യൂസിങ് ഡബിൾ ബോണ്ട്. അതേസമയം നമ്മൾ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ എടുക്കുകയാണെങ്കിൽ അതിനിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും കേട്ടോ. അപ്പം ഈ അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടേ ബൈൻഡ് ചെയ്യത്തുള്ളൂ, ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടേ ബൈൻഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇത് ഈ ഒരു തിരിച്ചും അങ്ങനെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ബൈൻഡ് ചെയ്യണത് ഈ 2 ആളുകളുമായിട്ടായിരിക്കും എന്നുള്ളത് ഓർക്കുക. നമ്മളുടെ RNAയിൽ വരുമ്പം തൈമിന് പകരം അവിടെ യുറാസിലായിരിക്കും എന്നും ഓർക്കുക. ഓക്കെ, ഇത്രയും ബേസ് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി ജീൻ മ്യൂട്ടേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന ജീൻ മ്യൂട്ടേഷനാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോയിൻ്റ് മ്യൂട്ടേഷൻ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഒരു ജീനിനാണ് നമുക്ക് വ്യത്യാസം വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഒരു പോയിൻറ്റിന് വ്യത്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയിൻ്റ് മ്യൂട്ടേഷൻ ഓർ ജീൻ മ്യൂട്ടേഷൻ. ഇത് നമുക്ക് ഏതെങ്കിലുമൊക്കെ കെമിക്കൽസിൻ്റെയൊക്കെ എക്സ്പോഷർ കൊണ്ടൊക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം. ഏതെങ്കിലും എൻവയോൺമെൻറ്റൽ ഫാക്ടർ പരിചയമില്ലാത്ത പെട്ടെന്ന് എന്തെങ്കിലും ഏതൊക്കെയോ റീസൺ കൊണ്ടാണ്, ചിലതൊക്കെ അൺനോൺ ഫാക്ടേഴ്സുമാണ്. ഇനിയിപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും നമ്മളതിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഈ 2 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ബേസ് പെയർ
in a triplet codon is replaced by another base or a derivative of the base. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്നൊക്കെ പറയുന്ന ആളുകളിൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം മാറിയിട്ട് ഇപ്പം ഇങ്ങനെ 3 എണ്ണമായിട്ട് ഇരിക്കുവാന്ന് വിചാരിക്കുക, ATGC എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു കോഡോൺ ആണ് എന്ന് നമുക്കറിയാം, ട്രിപ്ലെറ്റ് കോഡോൺ ആണ്. ഇതിൽ ഈ T അങ്ങ് മാറിപ്പോയെന്ന് വിചാരിക്കുക. Tക്ക് പകരം വേറെ ആരെങ്കിലും വരികയാണ്, ചിലപ്പോൾ ഒരു അഡിനിൻ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ തൈമിൻ്റെ ഏതെങ്കിലും ഒരു ഡെറിവേറ്റീവ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് വ്യത്യാസം വന്നിട്ട് വേറൊരു ഡെറിവേറ്റീവോ ഒക്കെ ആയിരിക്കാം. അപ്പം ഇങ്ങനെ നമ്മുടെ ട്രിപ്ലെറ്റ് കോഡോണിലുള്ള ഒരു ബേസ് പെയർ മാറിയിട്ട് വേറൊരു ബേസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെറിവേറ്റീവോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഒന്ന് പകരമായിട്ട് വേറൊന്ന് വന്നു എന്നുള്ളതാണ്. ഒരു ബേസിന് പകരം വേറൊരെണ്ണം വരികയാണ് ഇൻ ദ ട്രിപ്ലെറ്റ് കോഡോൺ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ കോഡോണിന് വ്യത്യാസം വരുന്നു. അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് അമിനോ ആസിഡ് ആയിരിക്കും കോഡ് ചെയ്ത് വരിക. അപ്പം നമ്മൾക്ക് വേണ്ട പ്രോട്ടീൻ്റെ അകത്ത് ആവശ്യമില്ലാത്തൊരു അമിനോ ആസിഡ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ തന്നെ മാറും, അബ്നോർമൽ ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻ തന്നെ പോവാം, ചിലപ്പം ആവശ്യമില്ലാത്തടത്തൊരു പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പലതരം സിൻഡ്രോംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിസോർഡേഴ്സ് ആയിട്ടായിരിക്കും അതിൻ്റെ ഫിനോടിപ്പിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ തന്നെ നമുക്ക് 2 രീതിയിലാണ്. ഒരെണ്ണം ട്രാൻസിഷൻ എന്ന് പറയുന്നു, രണ്ടാമത്തത് ട്രാൻസ്വേർഷൻ എന്ന് പറയുന്നു. ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ട്രാൻസിഷൻ മ്യൂട്ടേഷൻ ഈസ് എ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? എ പ്യൂരിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ പ്യൂരിൻ ഓർ എ പിരിമിഡിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ പിരിമിഡിൻ. ഇപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ് ആരൊക്കെയാണ്? പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ ആൻഡ് ഗ്വാനിൻ, പിരിമിഡിൻസ് എന്ന് പറഞ്ഞാൽ തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യൂറാസിൽ. അപ്പോൾ നമ്മളിവിടെ ട്രാൻസിഷൻ മ്യൂട്ടേഷനിൽ സംഭവിക്കുന്നത് അഡിനിൻ മാറി വേറൊരു പ്യൂരിൻ ആയിട്ടുള്ള ഗ്വാനിൻ തന്നെ വരാം, അതല്ലെങ്കിൽ ഇവിടെ പിരമിഡിൻ്റെ കൂട്ടത്തിലുള്ള സൈറ്റോസിൻ മാറിയിട്ട് തൈമിൻ ആയിരിക്കാം വരുന്നത്. അങ്ങനെ ഇത് പ്യൂരിൻസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്യൂരിൻ മാറി വേറൊരു പ്യൂരിൻ വരുന്നു, അല്ലെങ്കിൽ ഒരു പിരമിഡിൻ മാറി വേറൊരു പിരമിഡിൻ വരുന്നു. ആ കേസിലാണ് നമ്മൾ ട്രാൻസിഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ്റെ ഫസ്റ്റ് ഡിവിഷനാണ്. ഇനി ഇത് എങ്ങനെയൊക്കെ സംഭവിക്കാം? ഒന്നുകിൽ ബൈ മീൻസ് ഓഫ് ടോട്ടോമറൈസേഷൻ ഓർ ബൈ മീൻസ് ഓഫ് ഡി അമിനേഷൻ. ഏതെങ്കിലുമൊക്കെ കെമിക്കൽസ് അതിനകത്തുനിന്നൊരു അമിനോ ഗ്രൂപ്പിനെ മാറ്റിക്കളയുമ്പോൾ അപ്പോഴാണ് ഡി അമിനേഷൻ സംഭവിക്കുക. അതല്ലെങ്കിൽ ബേസ് അനലോഗ്സ് സംഭവിക്കാം. അതിൻ്റെയൊക്കെ പ്രസൻസിൽ ഈ പറയുന്ന പോലത്തെ ട്രാൻസിഷൻ സംഭവിക്കാം. അപ്പം നമുക്ക് ആദ്യം ടോട്ടോമറൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറയുന്നത് ATGC എന്ന് പറയുന്ന 4 ബേസസ്. ഈ 4 ബേസസ് അവരുടെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ഇങ്ങനെ മോളിക്യൂളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുമല്ലോ, അതിന് എന്തെങ്കിലും ഒരു റീഡിസ്ട്രിബ്യൂഷൻ സംഭവിച്ചു. നോർമലായിട്ട് ഇരിക്കേണ്ട പോലെ അല്ല അതിൻ്റെ ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ അവിടെ നമ്മളതിനെ ടോട്ടോമറിക് ഷിഫ്റ്റ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോഴും നമ്മൾക്കൊരു കോപ്പി എറർ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അഡിനിൻ തൈമിൻ പെയർ വേണ്ടെടുത്ത് നമുക്ക് പകരം GC പെയറായിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ ഗ്വാനിൻ സൈറ്റോസിൻ പെയർ വേണ്ടെടുത്ത് നമുക്കൊരു ടോട്ടോമറിക് ഷിഫ്റ്റ് സംഭവിച്ചത് കാരണം അവിടെ വന്നത് ആരായിരിക്കും? അഡിനിൻ ആൻഡ് തൈമിൻ പെയർ ആയിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോങ് ആയിട്ടുള്ളൊരു കോഡോൺ ആണ്, അതിനകത്തുനിന്ന് വരുന്ന അമിനോ ആസിഡ്സ് നമുക്ക് ആവശ്യമില്ലാത്തതോ അങ്ങനെ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടൊക്കെ ഉള്ള ഒരു പ്രോട്ടീൻ ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് നമ്മൾ പറയുന്നത് ട്രാൻസിഷൻ. ആ ട്രാൻസിഷൻ മ്യൂട്ടേഷൻ തന്നെ 3 രീതിയിലാകാം. ടോട്ടോമറൈസേഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി ഡി അമിനേഷൻ എന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് നമുക്കൊരു എക്സാമ്പിളാണ്. നോക്കൂ, ഇവിടെ ഈ അഡിനിൻ ആൻഡ് തൈമിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെയറിരിക്കുന്നു. അപ്പം നമ്മളുടെ ഈ അഡിനിന് ഒരു ടോട്ടോമറൈസേഷൻ നടന്നിരിക്കുകയാണ്. അതിൻ്റെ ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ഒക്കെ നോർമൽ ഇരിക്കേണ്ട പോലെയല്ല, അതെല്ലാം റീഡിസ്ട്രിബ്യൂഷൻ നടന്നുപോയി. അങ്ങനെ വന്നു കഴിയുമ്പം ഇവിടെ എന്താ പിന്നത്തെ ഒരു റിസൾട്ട് നിങ്ങൾ നോക്കിക്കേ. ഈ തൈമിൻ എന്ന് പറയുന്ന ആൾക്ക് അഡിനിനായിട്ട് തന്നെ പെയർ ചെയ്യാൻ പറ്റും, അവിടെ നമ്മളത് നോർമലായിട്ട് പോവാണ്. പക്ഷേ ടോട്ടോമറൈസേഷൻ സംഭവിച്ച അഡിനിൻ, ആ അഡിനിൻ പിന്നെ ആരുമായിട്ടേ ബൈൻഡ് ചെയ്യത്തുള്ളൂ? സൈറ്റോസിനുമായിട്ടേ ബൈൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അഡിനിൻ ടോട്ടോമറൈസേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ തൈമിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിന് പകരം സൈറ്റോസിനുമായിട്ട് ബൈൻഡ് ചെയ്തു. ഈ ഒരു കണ്ടീഷനിൽ ഈ എക്ക് പിന്നെ ആരുമായിട്ട് ബൈൻഡ് ചെയ്യാം? തൈമിനുമായിട്ട് ബൈൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഈ സൈറ്റോസിനുണ്ടല്ലോ, അയാൾക്ക് പിന്നെ ആരുമായിട്ട് റൂൾ അനുസരിച്ചിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഗ്വാനിനുമായിട്ടേ ബൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിവിടെ ശരിക്കും വേണ്ടിയിരുന്നത് ഇവിടെ ഒരു T തന്നെ വരണമായിരുന്നു. ആ
ടി മീൻസ് തൈമിൻ. ആ തൈമിൻ പിന്നീട് ആരുമായിട്ട് ബൈൻഡ് ചെയ്യണമായിരുന്നു? അഡിനിനുമായിട്ടൊക്കെ ബൈൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു AT ആണ് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ അഡിനിന് ഒരു ടോട്ടോമറൈസേഷൻ നടന്നതുകൊണ്ട് AT പെയർ വരേണ്ടടുത്ത് Gയും Cയും വന്നു, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ പെയർ വന്നു. ബട്ട് ദാറ്റ് റിസൾട്ട് ഇൻ എ കോപ്പി എറർ, ഫോർമേഷൻ ഓഫ് എ റോങ് പ്രോട്ടീൻ ഓർ എ റോങ് അമിനോ ആസിഡ് എന്നുള്ളതാണ് കണ്ടീഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ഒരു നോർമലായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഗ്വാനിന് ഒരു ടോട്ടോമറൈസേഷൻ സംഭവിച്ചു. ഇവിടെ ഈ സൈറ്റോസിന് നോർമലായിട്ട് പോയിട്ട് ഗ്വാനിനായിട്ട് തന്നെ ബൈൻഡ് ചെയ്യാം, അവിടെ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു കേസിൽ ഗ്വാനിന് ടോട്ടോമറൈസേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അയാൾ പിന്നെ ആരുമായിട്ടാണ് ഇവിടെ ബൈൻഡ് ചെയ്യണമെന്ന് നോക്കിക്കേ, തൈമിനുമായിട്ടാണ് ബൈൻഡ് ചെയ്യണത്. പക്ഷെ ആരുമായിട്ട് ബൈൻഡ് ചെയ്യണമായിരുന്നു? സൈറ്റോസിനുമായിട്ട് ബൈൻഡ് ചെയ്യണമായിരുന്നു. ഇൻസ്റ്റെഡ് ഈ ഗ്വാനിൻ വിൽ ബൈൻഡ് വിത്ത് തൈമിൻ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്വാനിന് പിന്നീട് ആരുമായിട്ട് തന്നെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ടോട്ടോമറൈസേഷൻ ആ സ്റ്റേജിൽ കഴിഞ്ഞു പോയി, അതിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ എല്ലാം എഫക്റ്റ് മാറിക്കഴിഞ്ഞു. അതിനുശേഷം അതിന് സൈറ്റോസിനുമായിട്ട് യൂഷ്വൽ ബൈൻഡിങ് നടക്കാം, ഇവിടെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു തൈമിനാണല്ലോ വന്നേക്കുന്നത്. ഈ തൈമിൻ പിന്നെ ആരുമായിട്ടേ ബൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? അഡിനിനുമായിട്ടാണ് തൈമിന് ബൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നോർമലി ഏതായിരുന്നു വരേണ്ടിയിരുന്നത്? സൈറ്റോസിനുമായിട്ട് വേണമായിരുന്നു ഗ്വാനിൻ ബൈൻഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഈ സൈറ്റോസിൻ പോയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു ഗ്വാനിനുമായിട്ട് ബൈൻഡ് ചെയ്യണമായിരുന്നു. നമ്മളിവിടെ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ വരേണ്ടിയിരുന്നത് ഒരു Gയും Cയുമായിട്ടുള്ളൊരു പെയറായിരുന്നു. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഇവിടെ ഈ സ്റ്റേജിൽ ഗ്വാനിൻ ഒരു ടോട്ടോമറൈസേഷൻ സംഭവിച്ചതുകൊണ്ട് GC ഇരിക്കേണ്ട സ്ഥലത്ത് അഡിനിൻ ആൻഡ് തൈമിൻ പെയറാണ് നമുക്ക് റിസൾട്ട് വന്നത്. അതും എന്തിനാണ്? അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ് മാറിപ്പോയി, പ്രോട്ടീൻ ഉണ്ടായപ്പോൾ റോങ് ആയിട്ടുള്ളൊരു അമിനോ ആസിഡ് ആയിരിക്കും വന്നപ്പം പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ പോവാം, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്തടത്ത് ആ പ്രോട്ടീൻ ഫംഗ്ഷൻ ആവാം, അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതിയിൽ ട്രാൻസിഷൻ മ്യൂട്ടേഷൻ നടക്കാൻ ഉള്ള ഒരു സാധ്യത ഡീഅമിനേഷനാണ്. ഡീഅമിനേഷൻ എന്ന് പറയുമ്പം ചില ഡീഅമിനേറ്റിംഗ് ഏജൻസ് ഉണ്ട്. ഡീഅമിനേഷൻ എന്ന് പറഞ്ഞാൽ NH ഗ്രൂപ്പ് അപ്പാടെ ഈ ഒരു സ്ട്രക്ചറൽ ന്യൂക്ലിയോടൈഡിനകത്ത് നിന്ന് മാറിപ്പോകുന്നു, അതാണ് ഡീഅമിനേഷൻ. അത് എന്തിൻ്റെ പ്രസൻസ് കൊണ്ടായിരിക്കും? ഏതെങ്കിലുമൊക്കെ ഡീഅമിനേറ്റിംഗ് ഏജൻസ് കൊണ്ടായിരിക്കും. അതിലൊരു എക്സാമ്പിളാണ് ഈ നൈട്രസ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പിക്ചർ വെച്ചിട്ട് മനസ്സിലാക്കാം. അഡിനിൻ ആൻഡ് തൈമിൻ എന്ന് പറയുന്ന ഒരു നോർമൽ ആയിട്ടുള്ളൊരു പെയർ. അപ്പം നമ്മളുടെ ഈ അഡിനിന് ഒരു ഡീഅമിനേഷൻ സംഭവിച്ചു ഇൻ പ്രസൻസ് ഓഫ് നൈട്രസ് ആസിഡ്. ദിസ് അഡിനിൻ വിൽ അണ്ടർഗോ ഡീഅമിനേഷൻ ആൻഡ് ദ റിസൾട്ട് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഹൈപ്പോസാന്തൈൻ. ഹൈപ്പോസാന്തൈൻ എന്ന് പറയുന്ന ഒരാളായിട്ട് നമ്മളുടെ അഡിനിൻ കൺവേർട്ട് ചെയ്തു പോയി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ H എന്നുള്ളൊരു ലെറ്റർ വെച്ചിട്ട് ഹൈപ്പോസാന്തൈനെ ഡിനോട്ട് ചെയ്യുവാണ്. ഈ ഹൈപ്പോസാന്തൈനെ പിന്നെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പെയർ ചെയ്യാൻ പറ്റുന്നത് ഒൺലി വിത്ത് സൈറ്റോസിൻ ആണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കോപ്പി എറർ സംഭവിച്ചു. യൂഷ്വലി ഈ A എന്ന് പറയുന്നത് പിന്നെയും പോയി T-യുമായിട്ടും T പിന്നീട് A-യുമായിട്ടും അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളുടെ അഡിനിനൊരു ഡീഅമിനേഷൻ സംഭവിച്ചതുകൊണ്ട് അയാൾ പിന്നീട് സൈറ്റോസിനുമായിട്ട് ബൈൻഡ് ചെയ്യും. ആ സൈറ്റോസിൻ പിന്നെ ഗ്വാനിനുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ശരിക്കും നമുക്കിവിടെ AT പെയറായിരുന്നു വേണ്ടിയിരുന്നത്. അത് പിന്നീട് GC പെയറായിട്ട് ഒരു റോങ് ആയിട്ടുള്ളൊരു കോഡോൺ ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ തൈമിൻ ഉണ്ടല്ലോ, ആ തൈമിന് പിന്നീട് ഇഷ്യൂ ഒന്നുമില്ല. അയാൾ പിന്നെ അഡിനിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അവിടെ പിന്നീട് അഡിനിൻ ആൻഡ് തൈമിൻ, തൈമിൻ ആൻഡ് അഡിനിൻ എന്നുള്ള രീതിയിൽ തന്നെ ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് AT ആയിരുന്നു വരേണ്ടത്. അതിന് പകരം നമുക്ക് റോങ് ആയിട്ടുള്ള GC എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. അപ്പോൾ അന്ന് പറയുമ്പോൾ അവിടെ ഒരു കോപ്പി എററാണ് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുമ്പം അതൊരു റോങ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആയിരിക്കും, പ്രോട്ടീന് അബ്നോർമൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ രീതിയിൽ നമുക്ക് ട്രാൻസിഷൻ മ്യൂട്ടേഷൻ സംഭവിക്കാവുന്നത് ഇൻ പ്രസൻസ് ഓഫ് ബേസ് അനലോഗ്സ്. അതായത് ചിലത് ഈ ബേസിനെ പോലെ, അതായത് നമ്മുടെ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ഇവരെ പോലെ ഇരിക്കുന്ന വേറൊരു സ്ട്രക്ചർ, അതായത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ആണ്, പക്ഷേ അതൊരു ബേസ് അനലോഗാണ്. അനലോഗ് എന്ന് പറഞ്ഞാൽ അതിനെ പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷേ അതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ തൈമിൻ്റെ ഒരു സ്ട്രക്ചറൽ അനലോഗാണ് 5-ബ്രോമോയുറാസിൽ. അപ്പോൾ ശരിക്കും തൈമിൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്ട്രക്ചറൽ സിമിലാരിറ്റി വിത്ത് തൈമിൻ ഉള്ളതാണ് ഈ 5-ബ്രോമോയുറാസിൽ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ചില സമയത്ത് എന്തു പറ്റും? അഡിനിൻ എന്ന് പറയുന്ന ആൾ തൈമിനുമായിട്ടല്ലേ ബൈൻഡ് ചെയ്യേണ്ടത് റൂൾ അനുസരിച്ച്. പക്ഷേ ഇയാൾ ചില സമയത്ത് തൈമിനെ പോലെ ഇരിക്കുന്ന 5-ബ്രോമോയുറാസിലായിട്ട്
ബൈൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ലെറ്റർ ഇവിടെ BU എന്ന് കാണിക്കുന്നു, 5-bromo യുറാസിൽ. അഡിനിൻ എന്ത് പറ്റുന്നു, അതിന് ആ ഒരു സ്ട്രക്ചറൽ അനലോഗ് ബേസ് അനലോഗുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അഡിനിൻ ഈസ് ടു നമ്മൾ പെയർ ചെയ്യുന്നത് BU, ദാറ്റ് ഈസ് 5-bromo യുറാസിൽ. ഇതിൽ ഈ അഡിനിൻ എന്ന് പറയുന്നത് തൈമിനായിട്ട് തന്നെ ബൈൻഡ് ചെയ്യുന്നു, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു, ഈ 5-bromo യുറാസിൽ പിന്നെ ആരുമായിട്ട് ബൈൻഡ് ചെയ്യണത്, ഗ്വാനിനുമായിട്ടാണ് ബൈൻഡ് ചെയ്യണത്. ശരിക്കും ഇവിടെ തൈമിനും വരേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ പിന്നെയും ഒരു AT വരേണ്ടതാണ്. പക്ഷേ 5-bromo യുറാസിൽ will then again pair with guanine, then guanine will pair with cytosine. അങ്ങനെ വന്നപ്പോൾ ശരിക്കും നമുക്കിവിടെ ഒരു AT ബേസ് പെയർ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ നമ്മളുടെ അഡിനിൻ എന്ന് പറയുന്ന ആൾ തൈമിനെ പോലെ ഇരിക്കുന്ന 5-bromo യുറാസിലുമായിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ ബൈൻഡ് ചെയ്ത് പോയതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് ATക്ക് പകരം ആര് വന്നു, GC പെയർ വന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു കോപ്പി എററാണ് റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ തൈമിൻ എന്ന് പറയുന്ന ആൾ പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരുണ്ട്, അഡിനിനുണ്ട്. അഡിനിൻ ആരുമായിട്ട് ബൈൻഡ് ചെയ്തോളും, തൈമിനുമായിട്ട് ബൈൻഡ് ചെയ്തോളും, ഇത് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ കാരണം AT പെയറിന് പകരം GC പെയർ വന്നു. അപ്പോൾ അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസിഷൻ മ്യൂട്ടേഷൻ സംഭവിക്കുക. ട്രാൻസിഷൻ എങ്ങനെ സംഭവിക്കും, ഒരു പ്യൂരിൻ റീപ്ലേസ്ഡ് ബൈ അനദർ പ്യൂരിൻ, ഒരു പിരിമിഡിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ പ്യൂരിൻ. അതായത് ATക്ക് പകരം GC പെയറോ GCക്ക് പകരം AT പെയറോ വരും. അത് തന്നെ 3 രീതിയിലാവാം, ടോട്ടോമറൈസേഷൻ, ഡീഅമിനേഷൻ ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് ബേസ് അനലോഗ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്കിനി ജീൻ മ്യൂട്ടേഷൻ്റെ ആദ്യത്തെ ടൈപ്പാണല്ലോ നമ്മൾ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ്റെ രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള ട്രാൻസ്ലേഷൻ മ്യൂട്ടേഷൻ. അപ്പം ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് 2 രീതിയിൽ നമ്മൾ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ അല്ലേ. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷനിൽ 2 പറഞ്ഞു, ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസിഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസിഷൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യൂരിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു പ്യൂരിൻ തന്നെ വരും, അതല്ലെങ്കിൽ ഒരു പിരമിഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വേറൊരു പിരമിഡിൻ തന്നെ വരും. ഇനി ട്രാൻസ്ലേഷൻ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യൂരിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പിരമിഡിനായിരിക്കും വരിക, അതല്ല എങ്കിൽ ഒരു പിരമിഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പ്യൂരിനായിരിക്കും വരിക. പക്ഷേ ഇങ്ങനത്തെ ചാൻസസ് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും ഒക്കെ അങ്ങനത്തെ സ്റ്റഡീസൊക്കെ വളരെ കുറവാണ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. ഫസ്റ്റ് വൺ ഈസ് സിക്കിൾ സെൽ അനീമിയ, സെക്കൻഡ് ഈസ് ദ കളർ ബ്ലൈൻഡ്നെസ്. ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മ്യൂട്ടേഷനാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷനാണ് നടക്കുന്നത്. ഒരൊറ്റ ന്യൂക്ലിയോറ്റൈഡ് മാറി വേറൊരു ന്യൂക്ലിയോറ്റൈഡ് ആയപ്പം കോഡോൺ എന്ന് പറയുന്നതിന് വ്യത്യാസം വന്നു. അപ്പം നമ്മളുടെ RBC നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾക്കൊരു ബൈകോൺകേവ് ഷേപ്പിലുള്ള RBC ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളാണ് എന്ത്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഇപ്പോൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിനൊരു വ്യത്യാസം വരും. കാരണം അവിടെ ഈ ന്യൂക്ലിയോറ്റൈഡ് ഒരെണ്ണം മാറിയപ്പോൾ കോഡോൺ മാറി, വന്ന അമിനോ ആസിഡും മാറി. അപ്പോൾ ശരിക്കും ഗ്ലൂട്ടാമിക് ആസിഡ് ഇരിക്കേണ്ടടുത്ത് മാറി ഏത് അമിനോ ആസിഡ് വന്നു, വാലിൻ വന്നു. സോ ഗ്ലൂട്ടാമിക് ആസിഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വാലിൻ. അപ്പം ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറി. ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറിയപ്പോൾ ഈ ബൈകോൺകേവ് ഷേപ്പിലിരുന്ന നമ്മുടെ RBC സിക്കിൾ ഷേപ്പിലായി, സിക്കിൾ സെല്ല് പോലെ, നമ്മുടെ അരിവാള് പോലെ ആയി എന്ന് പറയാം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ടാവും. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുന്നു. ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുന്നു മീൻസ് അവരെല്ലാവരും തന്നെ അനീമിക് ആവാനുള്ള ചാൻസാണ്. അതുകൊണ്ടാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്, അരിവാൾ പോലെ ഇരിക്കുന്ന RBC അതുകൊണ്ടുണ്ടാവുന്ന അനീമിക് കണ്ടീഷൻ എന്നുള്ളതുകൊണ്ട് കേട്ടോ. ഇനി അങ്ങനത്തെ പേഷ്യൻസിൻ്റെ ക്യാപ്പിലറീസിനകത്ത് ക്ലോട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും ചെറിയ ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ ക്യാപ്പിലറീസ് എന്ന് പറയുക. അവർക്ക് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്, മറ്റു കാർഡിയോവാസ്കുലർ ഡിസീസസ് ഒക്കെ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. ഇനി കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പം റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ഒക്കെയാണ് എക്സാമ്പിളായിട്ട് പറയുക. ഇങ്ങനത്തെ കേസസിലൊക്കെ ട്രാഫിക്കിൻ്റെ സിഗ്നലിലൊക്കെ വരുമ്പം ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എക്സാമ്പിളായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ജീൻ മ്യൂട്ടേഷൻ. അപ്പം ജീൻ മ്യൂട്ടേഷൻ 2 രീതിയിൽ, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പം എന്താണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ? ഇപ്പം നമ്മുടെ DNA ഇങ്ങനെ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഇങ്ങനെ ന്യൂക്ലിയോറ്റൈഡ്സ് വരിവരിയായിട്ടൊരു ഓർഡറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മളുടെ ഈ പറയുന്ന ന്യൂക്ലിയോറ്റൈഡിന് എന്തെങ്കിലും ഒരു റീഅറേഞ്ച്മെൻറ്റ് വരികയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇവിടുന്ന് ഡിലീറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ വേറൊരു ന്യൂക്ലിയോറ്റൈഡ് വന്ന് കയറിയിരിക്കുകയാണ്. അപ്പം അതായത് ഒന്നെങ്കിൽ ഒരു ഇൻസേർഷൻ ഓഫ് എ ന്യൂക്ലിയോറ്റൈഡ് ഓർ എ ഡിലീഷൻ ഓഫ് ദ ന്യൂക്ലിയോറ്റൈഡ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു റീഡിങ് ഫ്രെയിം മാറും. ഇത് DNA ആണെന്നിരിക്കെ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റീഡ് ചെയ്യണത്
മെസ്സഞ്ചർ RNAയിലേക്കായിരിക്കും. അവിടെ നിന്ന് പിന്നെ ഇൻഫർമേഷൻ പോകുന്നത് പ്രോട്ടീനിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് റിസൾട്ട് ചെയ്യുന്നത് ഈ പ്രോട്ടീനിലായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രോട്ടീൻ്റെ ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വരാം. അപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണോ DNA-യിൽ ഈ മ്യൂട്ടേഷൻ നടക്കുന്നത്, ചിലപ്പോൾ ഏതെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു പ്രോട്ടീനൊക്കെ ഏതെങ്കിലും എൻസൈമോ ഒക്കെ ഉണ്ടാക്കേണ്ട സ്ഥലത്താണ് ആ മ്യൂട്ടേഷൻ വന്നതെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അപ്പം ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് മേ ബി എ കംപ്ലീറ്റ് ലോസ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മാറിയാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫംഗ്ഷനും മാറും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള പോളിപെപ്റ്റൈഡാണ് റിസൾട്ട് എന്ന് പറയാം. നമ്മളിവിടെ ഇങ്ങനെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, കോഡോൺ 1, 2, 3, 4, 5 and 6. ഇപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിനെയാണ്. ഇത് അലാനിൻ, ത്രിയോണിൻ, ഗ്ലൂട്ടാമേറ്റ്, ലൂസിൻ, ആർജിനിൻ ആൻഡ് സെറിൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചേക്കാണ്. ഈ CGG എന്ന് പറയുന്ന ഭാഗം, ഇതിൽ ഈ CG എന്ന് പറയുന്നത് അങ്ങ് ഡിലീറ്റഡ് ആയിപ്പോയി, കണ്ടോ, ഇവിടെ നിന്ന് അങ്ങ് മാറിപ്പോവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കോഡോൺ 4 വരെ കറക്റ്റാണ്, പക്ഷേ ഇങ്ങോട്ടേക്ക് ആ കോഡോണിൻ്റെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു അല്ലേ. CGG എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കിനി എന്തായി മാറും? GAG ആവും, കണ്ടോ. ഇവിടെ CGG വരേണ്ടടുത്ത് എന്താണ് നമുക്ക് GAG ആണ് വന്നത്. അപ്പം CGG ആയിരുന്നുവെങ്കിൽ അവിടെ ആർജിനിൻ ആയിരുന്നു വരേണ്ടത്, പകരം ഇവിടെ GAG വന്നു 5th കോഡോണായിട്ട്. അപ്പോൾ ഏത് അമിനോ ആസിഡാണ്? ഗ്ലൂട്ടാമിക് ആസിഡ് ഒരു ഗ്ലൂട്ടാമേറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ മാറുന്നു. അമിനോ ആസിഡ് റോങ് ആയിട്ടുള്ളൊരു അമിനോ ആസിഡാണ് എന്നുള്ളത് പറയാൻ പറ്റും. നമുക്ക് ഈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന കോഡോൺ വ്യത്യാസങ്ങളില്ലേ, അത് ഏതെങ്കിലും രീതിയിൽ പല രീതിയിൽ എന്നുള്ള രീതിയിലാണ്. അതായത് സെൻസ് കോഡോൺ ആയിരിക്കാം ചിലപ്പം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷന് മുൻപും പിൻപും നമ്മളുടെ കോഡോൺ സെയിം അമിനോ ആസിഡിനെ തന്നെയാണ് കോഡ് ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ ബി സെൻസ് കോഡോൺ. ഇനി മിസ് സെൻസ് കോഡോൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ മാറ്റം വന്ന കോഡോൺ ഇല്ലേ, ദാറ്റ് വിൽ കോഡ് ആൻ ഇൻകറക്റ്റ് അമിനോ ആസിഡാണ്. അപ്പം പ്രോട്ടീന് വ്യത്യാസം വരുന്നു. ഇനി ചില സമയത്ത് നോൺസെൻസ് കോഡോൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ആ ഒരു DNA-ക്കാണല്ലോ ഈ ഒരു വ്യത്യാസം വന്നത്. അങ്ങനെ വന്നു കഴിയുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ട്രാൻസ്ഫർ RNA ഒന്നും അവിടെ വരാതെ വരുന്നു. അതായത് നമ്മുടെ ഇൻഫർമേഷൻ കൊണ്ടുപോകേണ്ട ആളാണ് ട്രാൻസ്ഫർ RNA വേണം നമ്മുടെ ന്യൂക്ലിയസിൻ്റെ അകത്തുനിന്ന് പോയിട്ട് mRNA ഉണ്ടാവാനും ഒക്കെ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ RNA ഉണ്ടാവുന്നില്ല. ദാറ്റ് മീൻസ് ട്രാൻസ്ലേഷൻ സ്റ്റോപ്പ് ചെയ്യും. അവിടെ പിന്നെ ഒരു അമിനോ ആസിഡ് ഒന്നും ഉണ്ടാവാത്തൊരു സിറ്റുവേഷനിലേക്ക് വരാം. അതാണ് ഇവിടെ വേറൊരു പിക്ചർ വെച്ച് കാണിച്ചിട്ടുണ്ട്. പോയിന്റ് മ്യൂട്ടേഷൻ ഒന്നെങ്കിൽ സൈലൻ്റ് ആയിരിക്കും റിസൾട്ട്, അല്ലെങ്കിൽ ചിലപ്പം നോൺസെൻസ് കോഡോൺ ആയിരിക്കും, ചിലപ്പം മിസ് സെൻസ് ആയിരിക്കും. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കാണിച്ചേക്കാണ്. ഒരു DNA TTC എന്നുള്ള രീതിയിൽ ന്യൂക്ലിയോടൈഡ് ഇരിക്കുകയാണ്. അത് മെസ്സഞ്ചർ RNAയിലേക്ക് പോകുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തൈമിൻ പെയർ വിത്ത് അഡിനിൻ, തൈമിൻ ഇവിടെയും അഡിനാണ്. സൈറ്റോസിൻ ആണെങ്കിൽ അത് നമ്മളെ ഗ്വാനിനാണ് അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അവിടെ നിന്ന് വരുന്ന അമിനോ ആസിഡ് ഇസ് ലൈസിൻ. ഇനി ഇപ്പോൾ ഒരു മ്യൂട്ടേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. TTCക്ക് പകരം TTT ആണ്. അതിൻ്റെ mRNA വന്നപ്പോൾ അത് AAA ആയി. അത് പക്ഷേ കോഡ് ചെയ്യണതും സെയിം ലൈസിൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മ്യൂട്ടേറ്റഡ് ആണ്, പക്ഷേ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഓർ ഫിനോടൈപ്പിക് ചേഞ്ച് ഇൻ ദ ഇൻഡിവിജ്വൽ ബിക്കോസ് ഓഫ് ദ സൈലൻറ്റ് മ്യൂട്ടേഷൻ, സെയിം അമിനോ ആസിഡ് തന്നെ ആയതുകൊണ്ട്. ഇനി നോൺസെൻസ് കോഡോൺ ആണെങ്കിലോ അവിടെ ATC വന്നു. ആർക്ക് പകരം? TTCക്ക് പകരം ATC വന്നു. അപ്പം mRNAയിലേക്ക് വരുമ്പോൾ അത് UAG ആണ്. RNA ആയതുകൊണ്ട് തന്നെ തൈമിനല്ല, അവിടെ എന്താണ് വരുന്നത്? ഇവിടെ യുറാസിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ UAG ഈസ് എ സ്റ്റോപ്പ് കോഡോൺ. അവിടെ വന്നു കഴിയുമ്പം അമിനോ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ തന്നെ നോൺ സെൻസ് കോഡോൺ, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് പറയാം. ഇനി മിസ് സെൻസ് എന്ന് പറയുമ്പോൾ തെറ്റിപ്പോയി. കാരണം ഇവിടെ TTC വരേണ്ടടുത്ത് either TCC or TGC എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കോഡ് ചെയ്ത് അമിനോ ആസിഡ്സിലേക്ക് വരുന്ന സമയത്ത് ഒന്നുകിൽ ആർജിനിനോ അല്ലെങ്കിൽ ത്രിയോണിനോ പോലെയുള്ള റോങ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ്, അതല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം മിസ് സെൻസ്, അത് തെറ്റിപ്പോയി എന്നുള്ളതാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ വന്നാലുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ജീൻ മ്യൂട്ടേഷൻ ആണ്. അത് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ ആൻഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ് പറഞ്ഞത്. പിന്നെ ഇത് ഈ ജീൻ മ്യൂട്ടേഷൻ എന്ന് ചോദിച്ചാൽ മാത്രമല്ല നമുക്ക് എഴുതാവുന്നത്, പകരം നമുക്ക് കെമിക്കൽ മ്യൂട്ടജൻസിൻ്റെ ഇഫക്റ്റ് കൊണ്ട്, അതായത് നമ്മൾ ഇനി ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ അത് രണ്ട് രീതിയിലാകാം. ഫിസിക്കൽ മ്യൂട്ടജൻസ് കാരണവും കെമിക്കൽ മ്യൂട്ടജൻസ് കാരണവും. അപ്പം ഈ കെമിക്കൽ മ്യൂട്ടജൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷനെ കുറിച്ചും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ.